ലിഷോയി അങ്ങനെ സമാനതകളില്ലാത്ത വെല്ലുവിളി നിറഞ്ഞ ആ ഒരു 30%, 30% മാത്രം എന്ന് സാധ്യത കൽപ്പിച്ച വിദഗ്ധർ പറഞ്ഞ ഇടത്തു നിന്നാണ് ഒരു 90%ലേക്ക് എത്തുന്നത്. എങ്ങനെയായിരുന്നു ആ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളെ അതിജീവിച്ചത്? മാത്രമല്ല പാരസ്പര്യത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച കൂടി ആ മിഷനിൽ നിന്നും അവശേഷിക്കുന്നു, ശേഷിപ്പായി പറയാൻ കഴിയും. വിവരങ്ങൾ. തീർച്ചയായും. അതായത് നമ്മൾ ആദ്യം ഈ ആനയെ കാണുന്ന സമയത്ത് ഈ ആന ഒറ്റയ്ക്കായിരുന്നു. അതായത് ഈ മുറിവൊക്കെ ആദ്യം ഉണ്ടാകുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ആന ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്തും അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഈ ചെളിയൊക്കെ മണ്ണൊക്കെ വാരി ആ മുറിവുള്ള ഭാഗത്തും മസ്തകത്തിലേക്കുമൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഓരോ ദിവസവും പിന്നിടുന്ന സമയത്ത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്നു. മുറിവിൻ്റെ ആഴം വർദ്ധിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അളവൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. ആദ്യം ചെറിയൊരു പൊട്ടുപോലെ കണ്ടത് പിന്നീട് അതൊരു വലിയ ഒരു ബോളിനേക്കാൾ വലിയ വലിപ്പത്തിലൊക്കെ അത് കാണാൻ സാധിക്കുന്നു. നമുക്ക് ആദ്യമൊക്കെ അടുത്ത് എന്ന് ഈ ആന തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണമായിരുന്നു. ഇതിപ്പോൾ എത്ര അകലെ നിന്നായാലും നമുക്ക് ഈ ആന തന്നെയാണെന്ന് കാണാൻ കഴിയുന്ന അത്രയ്ക്ക് അതിൻ്റെ ആ മുറിവ് വലുതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മുറിവ് ഈ തുമ്പിക്കൈ കൊണ്ട് ശരിക്കും കൃത്യമായി അതിന് എത്തിപ്പെടാൻ പറ്റുന്നൊരിടത്തല്ലായിരുന്നു. കൃത്യമായി നമുക്കൊക്കെ കൈയെത്താവുന്ന ദൂരത്ത് പല ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയല്ല. പക്ഷേ അതുകൊണ്ടാണ് ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുന്നു, അത് പുഴുവരിക്കുന്ന ദൃശ്യങ്ങൾ പോലും നമുക്ക് ഒരു ഘട്ടത്തിൽ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ സമയത്തൊക്കെയാണ് ഈ ആന ആദ്യം മണ്ണ് വാരിയെറിയുന്നു, പിന്നീട് ചെളി വാരിയെറിയുന്നു. ആ സമയത്തൊക്കെ വായുകുംഭത്തിൽ നിന്ന് ഇങ്ങനെ പുക പോലെ ഇങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു. അതൊക്കെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എല്ലാവരെയും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത്, ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്തു തന്നെ ആയാലും ഇതിനെ ഇനി പിടികൂടി ചികിത്സിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല, അല്ലെങ്കിൽ ഈ മുറിവ് വലുതാകും, ആ ആനയുടെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെയാണ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ചില കാഴ്ചകൾ കൂടി സമ്മാനിക്കുന്നു ഈ ദൗത്യം. നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ. കാരണം പലപ്പോഴായും നമ്മൾ ഈ ആനയുടെയൊക്കെ തന്നെ തമ്മിലുള്ള ഈ പാരസ്പര്യം എന്ന് പറയത്തില്ല, അതൊക്കെ നമ്മൾ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്, അമ്മയാന കുഞ്ഞിനെ. പക്ഷേ ഇതൊരു വല്ലാത്തൊരു സങ്കീർണ്ണ അവസ്ഥയിൽ നിൽക്കുന്ന ആന, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ഏഴാറ്റുമുഖം ഗണപതി, ഒരു പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ വില്ലൻ കഥാപാത്രമായി കണ്ടിട്ടുള്ള, റോഡിലേക്ക് കീറങ്ങുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുള്ള വ്യക്തി, അല്ല അങ്ങനെയുള്ള ഒരു ആന ഈ സങ്കീർണ ഘട്ടത്തിൽ ചേർത്ത് പിടിക്കുന്നതിന്റെ രംഗം അല്ലേ, അതൊരു സമാനതകളില്ലാത്ത ചേർത്ത് പിടിക്കുന്ന, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആന ദുർബലനാണ് എന്ന് മനസ്സിലായിട്ട് ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ എല്ലാ തിരിച്ചറിവും ബുദ്ധിയും വിവേകവും അറിവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെയാണ് ഏഴാറ്റുമുഖം ഗണപതി ഈ മുറിവ് പറ്റിയ ആനയെ ചേർത്ത് പിടിച്ചതും വീഴാതെ താങ്ങി നിർത്താൻ ശ്രമിച്ചതും ഏറ്റവും അവസാനം ഒരു ഘട്ടത്തിൽ വീണുപോയി. അതിനു മുൻപ് അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇതായിട്ട് തോന്നിയത് ആ രാവിലെ പുഴയിൽ കൂടി ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് ഹൈലൈറ്റ്. അതെ, കൂട്ട് ചേർന്ന് വരുന്നത് പോലെ, അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുവരുന്ന പോലെ. അതായത് ഈ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏഴാറ്റുമുഖം ഗണപതിക്ക് എല്ലാ ബ്രീഫിംഗ് കൊടുത്ത് ഇന്ന് അവിടെ പോയി ഇങ്ങനെ ചെയ്യണം, വിളിച്ച് ഈ പുഴ കടത്തി അവിടെ കൊണ്ടുവരണം, ഒരുപക്ഷെ വീണ് പോയാൽ ചേർത്ത് പിടിക്കണം എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തത് അതുപോലെ അനുസരിക്കുന്നത് പോലെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ദൃശ്യങ്ങൾ. അവിടെ ഒരു പ്രധാനപ്പെട്ട റോളാണ് ഏഴാറ്റുമുഖം ഗണപതി വഹിച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ മിഷന്റെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ദൃശ്യമാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ കണ്ടു നിന്നവർക്ക്, നമുക്കിവിടെ നിന്നും അകലെ നിന്നും കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ അതിൻ്റെ ആ പാരസ്പര്യത്തിൻ്റെയൊക്കെ ആ ഒരു മനോഹരമായ ആ ഒരു കാഴ്ചകൾ വിവരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവിടെ നേരിട്ട് കണ്ട അനുഭവം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ. തീർച്ചയായിട്ടും ഈ സാഹോദര്യം എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കിടയിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത് മനുഷ്യത്വമാണ്. പക്ഷേ മനുഷ്യർക്കിടയിൽ മാത്രമല്ല, ആ മനുഷ്യത്വം എന്ന് പറയുന്നത് സാഹോദര്യം കൂടിയാണ്. ആ സാഹോദര്യം മൃഗങ്ങൾക്കിടയിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ പ്രതിനിധിയായ ഫൈസൽ ഇന്ന് പകർത്തിയത്. ഇന്നത്തെ ദൗത്യത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് ആ ദൃശ്യം തന്നെയായിരിക്കും. അത് ലോകത്തിന് തന്നെ സമ്മാനിക്കുന്നത് സാഹോദര്യത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. മൃഗങ്ങൾക്കിടയിലും ആ സാഹോദര്യം നിലവിലുണ്ട്. കാരണം മനുഷ്യർക്ക് ഈ അടുത്ത കാലത്തായി സാഹോദര്യം നഷ്ടപ്പെട്ടു പോകുന്നു. സഹജീവികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് ക്രൂരമായി പെരുമാറുന്ന നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനിടയിലാണ് രണ്ട് വന്യമൃഗങ്ങൾ നമുക്ക് ആ സാഹോദര്യത്തിൻ്റെ മാതൃക കാട്ടിത്തന്നത്.